ഓസ്ട്രേലിയയെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിലൊന്ന് സിഡ്നിയിലെ വിഖ്യാതമായ ബോണ്ടി ബീച്ചിൽ അരങ്ങേറിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിന് പ്രിയപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായ ഹനൂക്ക ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:17 സിഡ്നി നഗരത്തെ ഭീതിയിലാഴ്ത്തിയ സംഭവങ്ങളുടെ തുടക്കം. ശാന്തവും സുരക്ഷിതവുമായ ഓസ്ട്രേലിയൻ പൊതുവിടങ്ങളിൽ ഇത്തരം ഒരു കൂട്ടക്കൊല അരങ്ങേറിയത് രാജ്യത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. നിമിഷങ്ങൾക്കകം വെടിവെച്ചകളും നിലവിളികളും കൊണ്ട് ബോണ്ടി ബീച്ച് പ്രദേശം മുഖരിതമായി. ജൂത മതവിശ്വാസികളുടെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വെളിച്ചത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഹനുക്ക ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചെത്തിയ 2 തോക്കുധാരികളാണ് ആക്രമണത്തിന് പിന്നിൽ. ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ആക്രമികൾ തുരുതുര വെടി ഉതിർക്കുകയായിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴികൾ പ്രകാരം 50-ലധികം തവണ വെടിയൊച്ച കേട്ടതായാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ട 10 പേരിൽ ഒരു അക്രമിയും ഉൾപ്പെടുന്നുവെന്നതാണ് സംഭവത്തിൽ ലഭിക്കുന്ന പ്രധാന വിവരം. വെടിവയ്പ്പിനിടെ ഇയാൾ കൊല്ലപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റൊരു അക്രമിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിലാകെ 18ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ സിഡ്നിയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഭീകരാക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വസ്തുത പരിക്കേറ്റവരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്നതാണ്. അക്രമികളെ തടയാനുള്ള ശ്രമത്തിനിടെയോ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ രക്ഷിക്കുന്നതിനിടയിലോ ആകാം ഇവർക്ക് വെടിയേറ്റതെന്നാണ് സൂചന. ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ആക്രമികൾ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വെടിയുതിർത്തതെന്നും ആളുകളെ കൊലപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നതെന്നുമാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത്. അവർ ഒന്നിലധികം തവണ വെടിയുതിർക്കുന്നതിന് മുമ്പ് ചെറിയ തോതിൽ എന്തെങ്കിലും സംസാരിച്ചോ മുന്നറിയിപ്പ് നൽകിയോ എന്ന കാര്യങ്ങളിലും അവ്യക്തത തുടരുന്നു. ബോണ്ടി ബീച്ച് പ്രദേശം പോലീസ് പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. സ്ഥലത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. സിഡ്നിയിലെ മറ്റ് ജൂത കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സംയുക്തമായാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അടിയന്തര പ്രസ്താവന പുറത്തിറക്കി. ആക്രമണത്തിന്റെ വാർത്ത നടുക്കുന്നതാണ്. ഇങ്ങനെയൊന്ന് ഓസ്ട്രേലിയയിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കൊപ്പമാണ് രാജ്യത്തിന്റെ മനസ്സെന്നും ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. എന്നാൽ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഓസ്ട്രേലിയൻ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ടെൽ അവീവിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള വ്യക്തമായ ആക്രമണമാണ്. ഓസ്ട്രേലിയയിലെ ജൂത സമൂഹത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ കുറിച്ച് ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ്. ഓസ്ട്രേലിയയിലെ ജൂത സമൂഹത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെക്കുറിച്ച് ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവർ അവഗണിച്ചു. ഇസ്രായേൽ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം വർഗീയമായ വിദ്വേഷം വളർത്തുക എന്നതാണോ അതോ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ആഗോള പ്രതിഫലനമാണോ എന്ന കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അക്രമികളുടെ പശ്ചാത്തലം, അവർക്ക് എന്തെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു. ബോണ്ടി ബീച്ചിലെ ജൂത സമൂഹത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം ഓസ്ട്രേലിയൻ സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മതപരമായ ആഘോഷങ്ങൾ പോലും സുരക്ഷിതമല്ലാതാകുന്നു എന്ന ചിന്ത ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുന്നു. സിഡ്നിയിൽ വർദ്ധിച്ചു വരുന്ന വർഗീയ സംഘർഷങ്ങളുടെ സൂചനയാണിതെന്നും വിലയിരുത്തലുണ്ട്. വെടിവയ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടവരും ദൃക്സാക്ഷികളും തങ്ങൾ കണ്ട ഭീകരമായ കാഴ്ചകളെക്കുറിച്ച് വിവരിച്ചു. പരസ്പരം സഹായിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പോലും ആളുകൾ വെടിയേറ്റ് വീഴുന്നത് കണ്ടതായി ചിലർ വേദനയോടെ പറഞ്ഞു. ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒന്നാണ് ഇത്തരം കൂട്ട വെടിവയ്പ്പുകൾ. തോക്ക് നിയന്ത്രണ നിയമങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. എന്നിട്ടും എങ്ങനെയാണ് ആക്രമികൾ ഇത്രയും ആധുനികമായ ആയുധങ്ങൾ സംഘടിപ്പിച്ചതെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകളുടെ ഷെല്ലുകളും മറ്റ് തെളിവുകളും വിദഗ്ധ സംഘം ശേഖരിച്ചു. അക്രമികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? ആക്രമണത്തിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജൂത സമൂഹത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ഭരണകൂടം വ്യക്തമാക്കി. ഓസ്ട്രേലിയയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആഭ്യന്തര സുരക്ഷാ മുന്നറിയിപ്പുകൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ രാജ്യത്ത് ശക്തമായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ വിമർശനം ഈ ചർച്ചകൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിലും സിഡ്നി ആക്രമണം വലിയ വാർത്തയായി.
പല ലോക നേതാക്കളും ഓസ്ട്രേലിയക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ ഇസ്രായേൽ ഉന്നയിച്ച വിമർശനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടി. ബോണ്ടി ബീച്ചിലെ ഹനുക്ക ആഘോഷം കണ്ണീർ കടലായി മാറിയതിന്റെ ഞെട്ടലിലാണ് ഓസ്ട്രേലിയൻ ജനത. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി മാറിയ ഈ സംഭവം സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ അധികാരികളെ കൂടുതൽ ജാഗരൂകരാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ആക്രമണത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്നതിനായി ലോകം കാത്തിരിക്കുന്നു.